ഗൈസ്, ഇന്ന് രാവിലെ എണീച്ചപ്പോൾ എനിക്ക് എവിടെ നിന്നില്ലാത്ത ഒരു തോന്നൽ, പളനിക്ക് പോകണം. എനിക്കിപ്പോൾ തന്നെ പോകണം. ഫുഡ് കഴിച്ചു, ഞാൻ കുളിക്കാൻ പോവാം, പളനിക്ക് പോവാം. ബൈ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ യൂഷ്വൽ ബ്ലാക്ക് ഡ്രസ്സ് എടുത്തിടാൻ പോവുകയാണ് ഞാൻ. ഇത് കൂടെ എനിക്ക് വേറെ ഒന്നും ഇല്ലെന്ന്. എൻ്റെ ഒരു 5 കറുത്ത കളറുള്ള തുണിയുള്ളൂ, അത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ആൾക്കാർ പറയും ഞാൻ കഴിവാതെ. അങ്ങനല്ല, സെയിം കളറിലെ 10 ഡ്രസ്സുണ്ട് എനിക്ക് ഡ്രസ്സേ ഉള്ളൂ, ഇച്ചിരി ക്ഷാമമുള്ളൂ. പക്ഷെ എനിക്ക് വേറെ സാധനമുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് റോൾ ഇറക്കി കാണിക്കാം. ഇപ്പം ഒരു ചെറിയ റോളിംഗ് ഉണ്ട്, ഇപ്പം കാണിക്കുക. വെച്ചാൽ എൻ്റെ ഡ്രസ്സ് നിങ്ങൾ സെയിം ഡ്രസ്സ് പല പ്രാവശ്യം കണ്ടാലും ശരി, എന്നെ ഒരു മണത്തിലായിരിക്കത്തില്ല നിങ്ങൾ കാണുന്നത്, പല മണത്തിലായിരിക്കും. കാണിച്ചു തരാം. എനിക്ക് ഡ്രസ്സിന് മാത്രമേ ക്ഷാമമുള്ളൂ, ഇതിനൊന്നും ഒരു ക്ഷാമമില്ല. പറഞ്ഞു മനസ്സിലായോ? ഇതിൽ ഏത് കൊണ്ടുവന്ന് ഞാനിങ്ങനെ ആലോചിക്കും. ഇന്ന് ഇത് കൊണ്ടുപോകണോ, ഇത് ഇച്ചിരി സ്വീറ്റാ, ഇത് കൊണ്ടുപോകണോ, വേണ്ട തലവേദന എടുക്കും, ഇത് വേണ്ട, ഇത് നല്ലതായിരുന്നു, ഇപ്പൊ ഇത് കൊണ്ടുപോകാം, ഇതാ ബെസ്റ്റ്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. അടിയിലൊന്നും ഇട്ടിട്ടില്ല, ഇപ്പോഴും സാമാനം ഇട്ടേക്കുന്ന ഉള്ളത് തന്നെ. ഓക്കെ, ഞാൻ സ്പ്രേ അടിക്കുന്ന വിധം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സാധാരണ രീതിയിലല്ല. 1 2 3 4 5 6 7 8 9 10 ഒന്നായി വിളക്കും. പിന്നെ 1 2 3 5 6 7 8 9. അടുത്തത് 1 2 3 4 5 6 7 8 9 10. കഴിഞ്ഞില്ല. ഇവിടെ ഒന്ന് പിന്നെ ഇവിടെ ഒന്ന്, പിന്നെ മൊത്തത്തിൽ ഇനി ഒന്ന് അടിക്കുക, അതിൽ കൂടി ഇങ്ങനെ നടക്കുക. പോരല്ലോ. കഴിഞ്ഞിട്ടില്ല ഗൈസ്. വഴി കൂടെ പോന്ന വഴി ഞാൻ പിന്നെ അടിക്കും, ഓർത്തടിക്കും. അപ്പം രാവിലെ തീരുമാനിച്ചു ഒരു 1:30 എന്ന് പറഞ്ഞാൽ ഞാൻ എണ്ണീച്ചത് 12:30-ക്കാണ്. ഒരു 1:30 ആയപ്പം ഞാൻ പളനിക്ക് പോകാൻ ഇറങ്ങി. ആദ്യം എനിക്ക് പെട്രോൾ അടിക്കണം. കേട്ടോ, ഇത് ഫുൾ ടാങ്ക് പെട്രോൾ ആക്കണം ആദ്യം. അത് കഴിഞ്ഞ് ഈ കാറിൽ വെക്കാനായിട്ടൊരു ട്രൈപോഡ് പോലത്തെ സാധനവും കൂടെ മേടിക്കണം. എൻ്റെ കാറ് നശിപ്പിച്ചിട്ടേക്കുന്നത് വീട്ടിലൊരു കൊച്ചു കഴിവേറിയുണ്ട്. എൻ്റെ കൂടെയുള്ള ടീം ബഹുന്ന് കരയ്ക്കുന്ന അവൻ കാറിൽ കയറി കഴിഞ്ഞാൽ തുപ്പി നാശമാക്കി നശിപ്പിച്ച് ഒന്നും പറയണ്ട. പെട്രോൾ പമ്പിൽ വന്നു. ഫുൾ ടാങ്കാണ് ഞാൻ അടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഫുൾ ടാങ്ക് ഇപ്പോൾ അടിക്കും. ഇപ്പം കാണാൻ കഴിച്ച എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഞാൻ നക്കിയെടുക്കുന്നത്. വിഷമമുണ്ട് വളരെയധികം. ടയറിൽ നിന്ന് പെട്രോൾ അടിക്കുമ്പോൾ അവർ വെള്ളം തരും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അല്ല, എല്ലായിടത്തും തരും, എന്നാലും ഇവിടെ വെള്ളം തരും. ഇവിടെ തരുന്ന വെള്ളത്തിന് എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളാം. ഞാൻ എന്തോ ഒരു ട്രൈപോഡ് പോലത്തെ ഒരു സാധനം മേടിച്ചു. അത് ഗ്ലാസ്സിൽ ഒട്ടിച്ച് വെക്കുന്നത്. പക്ഷെ ഇത് ഇരുന്ന് ഗ്ലാസ്സിൽ ഒട്ടിക്കുമ്പോൾ കണവണന്ന് ഷെയ്ക്കാവുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഒന്ന് നോക്കാം, ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ മൂമ്മേ, നല്ല മഴയുണ്ട്. ഷെയ്ക്കാവുന്നുണ്ടോ നോക്കട്ടെ. ഉണ്ട്, പക്ഷെ എൻ്റെ കാഴ്ചയിൽ ഇത് ഷെയ്ക്കാവുന്നുണ്ട്. നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് ഐഫോണിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് ഇത് ഷെയ്ക്ക് ആവാതിരിക്കുമോ എന്ന് നോക്കാം. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് നിർത്തിയിട്ടൊന്ന് എടുത്ത് നോക്കട്ടെ ഇതെങ്ങനെ. യോ, ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ നോക്കാൻ നേരം ഞാൻ ഇങ്ങനെ ആവുക. നല്ല കാര്യമായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഇപ്പോഴെങ്ങും പളനിക്ക് എത്തത്തില്ല. ഇനി ഇത് ഡാഷ് ബോർഡിലൊന്ന് ഒട്ടിച്ച് നോക്കാം. രാത്രി ഞാൻ പളനിക്ക് എത്തത്തുള്ളൂ. വീട്ടിൽ നിന്ന് പ്രത്യേകം പറഞ്ഞു വിട്ടേക്കുവോ, രാത്രിയിൽ വണ്ടി ഓടിക്കരുത്, തൊലഞ്ഞു പോവുമോ. എന്തായാലും നിൽക്കി ഒന്ന് ഒട്ടിക്കട്ടെ. ഞാൻ പോകുന്ന വഴി ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഞാൻ അതൊക്കെ മേടിക്കും. തിക്ക് ഷേക്ക്, വാനില തിക്ക് ഷേക്ക്. ഞാനില്ലേ മറ്റേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കണം, അല്ലാതെ ഒന്നും തിന്നാനൊന്നും എനിക്ക് നടക്കാൻ പറ്റത്തില്ല. ഞാൻ തലയിറങ്ങി വീട്ടും, ഗ്യാസ് കയറും എനിക്ക്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ എന്തെങ്കിലും ചെന്നുകൊണ്ടിരിക്കണം. ഇനി ഉച്ചക്കത്തെ കഴിക്കാൻ സമയമായി, ഓൾറെഡി ലേറ്റായി. 3 മണിയോ? വെട്ടം പോയ വ്ലോഗ് ചെയ്യാനൊരു സുഖം കാണത്തില്ല. ഞാൻ പോയിട്ട് വരട്ടെ. ഇവിടെ എല്ലാ അയ്യപ്പന്മാരുടെ തിരക്ക്. എല്ലാവരും ശബരിമല സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഇപ്പം ശബരിമലയ്ക്കാണ് പോകുന്നത്. പക്ഷെ ഞാനിപ്പോൾ പളനിക്കാണ് പോകുന്നത്. ഇച്ചിരി ഏറെ ക്രൗഡുണ്ട്. ഇവരോട്ടത്ത് ഇറങ്ങി അങ്ങ് ശബരിമലയ്ക്ക് വിട്ടാലോ. ഇപ്പൊ ഇങ്ങനെ മനസ്സ് അങ്ങ് ചാഞ്ചാടി നിൽക്കുന്ന മനസ്സായിപ്പോ. പണ്ടൊന്നും ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു. പണ്ട് എൻ്റെ ഞാനൊരു തീരുമാനം എടുത്താൽ ഞാൻ അതിൽ ഉറച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ. ഗായ്സ്, നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. എന്നല്ല, ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ശരിക്കും പറഞ്ഞ് ചൂണ്ടയിടാൻ പോകുന്ന ഭയങ്കര ഇഷ്ടം. ഇവിടെ ഒന്ന് ചൂണ്ടയിട്ടാണ്ടല്ലോ പൊളിക്കും.
5 മണിക്കൂർ ഒരു സാധനത്തിനും കിട്ടാതെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഭയങ്കര സുഖമാണ്. മീനൊന്നും കിട്ടാത്തൊന്നുമില്ല, പക്ഷെ ഒരു സുഖമാണ്. ശരിക്കും ഒരു കാര്യമില്ലാതെ 5 മണിക്കൂർ ആറ്റിൻകരയിൽ ചെന്നിരുന്നിട്ടുണ്ട്. ഒറ്റ മീനെ പോലും കിട്ടിയിട്ടില്ല. 5 മണിക്കൂർ ചെന്ന് അവിടെ ഇരിക്കുക, മീൻ ചൂണ്ടയിടുവാന്നാ പറയുന്നത്. എന്നിട്ട് അവിടെ ഉള്ള മീനൊക്കെ തീറ്റ കൊടുത്തു. 6 മൊത്തം വന്ന് ഞങ്ങളുടെ വക ചിലവായിരുന്നു. നിങ്ങളവിടെ 6 എന്നാണോ പറയുന്നത്, പുഴയെന്നാണോ പറയുന്നത്? ഞങ്ങളുടെ അവിടെ 6 എന്നാ പറയുന്നത്. അവിടെ മോനെ നല്ല പോളി സ്ഥലം. ഇച്ചിരി മഴ ഉണ്ടല്ലായിരുന്നു, എടുത്ത് ചാടി അങ്ങ് ആത്മഹത്യ ചെയ്യായിരുന്നു. ഏതായാലും നമുക്ക് ഇപ്പൊ പോയി ഒരു ഐസ്ക്രീം മൂഞ്ചിച്ച് വരാം. ഞാനിപ്പോ ഈ എത്തി നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും കമന്റ് സെക്ഷനിൽ പറയാൻ പറ്റുമോ? ഓക്കെ കോപ്പിറൈറ്റ് കിട്ടും. വളരെ മനോഹരമായ കുമിളിയിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം വളരെ മനോഹരമാണ്. ഞാൻ നിങ്ങളെ കുറച്ചുകൂടെ കഴിഞ്ഞ് ഫ്രണ്ടിലോട്ടുള്ള ആ വ്യൂ ഒന്ന് കാണിച്ചു തരാം. വളരെ മനോഹരമാണ്. പക്ഷേ എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുക, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ വിചാരിച്ചതാണ് അവിടെ ഇറങ്ങി മൂത്രം ഒഴിക്കണമെന്ന്. പക്ഷേ ആ ഹോട്ടലിൽ അങ്ങനെ ഇറങ്ങി അങ്ങ് ഒഴിച്ചേക്കാന്ന് വെച്ചാൽ, പക്ഷെ എൻ്റെ ഇൻട്രോവേർട്ടിസ് എന്നെ അനുവദിച്ചില്ല അവിടെ മൂത്രം ഒഴിക്കാനായിട്ട്. ഇപ്പൊ ഞാൻ ബുദ്ധിമുട്ടുക. നല്ലൊരു സീനറി വന്നു, അത് എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം തുമ്പത്ത് വന്നിരിക്കുക, മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ടിരിക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇൻട്രോവേർട്ടർ ആണെങ്കിലും കയറി ഒഴിക്കണം. എന്നെ കൊണ്ടത് സാധിക്കുന്നില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അവർക്കത് സാധിക്കണമെന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും മൂത്രം ഒഴിക്കുക തോന്നുമ്പോൾ, അല്ലാതെ ഒരിക്കലും വെച്ചോണ്ടിരിക്കരുത്. അല്ലെ എന്നെ പോലെ നിങ്ങളും മൂഢനായി പോവും, മണ്ഡനായി പോവും, തെണ്ടിയായി പോവും. അയ്യോ, കോണാത്തിലെ ബ്ലോക്ക്, പാമ്പ് പോലെ ബ്ലോക്ക്. ഞാൻ എന്ത് ചെയ്യും? സീനറി ഉണ്ടായിരുന്നു, ഇനി അതോ ആസ്വദിക്കാൻ പറ്റത്തില്ല. ഈ നശിച്ച വണ്ടി പോയോണ്ടാ ഈ ബ്ലോക്ക്. കാണാൻ പോലും ലൈറ്റ് വാട്ടറാ. അതെന്റെ ഈ നശിച്ച വണ്ടി. സംഭവം കണ്ടോണ്ടിരിക്കാൻ നല്ല രസം. പക്ഷെ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ മൊത്തം ബ്ലോക്ക് ആവും. ഇത്രയും സ്പീഡിൽ ഒരു കോപ്പും ഇല്ലാതെ പോകുന്നത് ഇവന്മാരൊക്കെ. എങ്ങാനും ഒന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് കൊടുക്കും? ബൈക്കേലെ ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് സ്പീഡിൽ പോകരുത് ഗൈസ്. എന്ന് പറഞ്ഞാൽ കാറെ സ്പീഡിൽ പോകുന്നത് സേഫ് ആണെന്നല്ല ഞാൻ പറയുന്നത്. കമ്പാരിറ്റീവ്ലി ബൈക്കിലാണെങ്കിൽ ഒരു 80 കഴിഞ്ഞിട്ടാണെങ്കിലും വീണ് കഴിഞ്ഞാൽ പിന്നെ അവർ എല്ലാം രക്ഷയുണ്ടോ? ഒരഞ്ഞല്ലയോ പോകുന്നത്. ചാവേണ്ടവൻ എന്തായാലും ചാവും. എന്നാലും സ്റ്റിൽ നമുക്ക് ഒരു മനസ്സിൽ തോന്നത്തില്ലേ, ബൈക്കിൽ അത്ര സ്പീഡിൽ പോകരുത്. അതും ഒന്നുമില്ല, ഇട്ടിട്ടില്ല, ഒരു സാധനം ഇട്ടിട്ടില്ല അവന്മാര്. ഈ പറയുന്ന റൈഡിങ് ഗിയേഴ്സ് ആവട്ടെ, ഒരു സാധനമില്ല. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നു, അല്ലെങ്കിൽ ഒരു ഹമ്പ് വന്നു കഴിഞ്ഞാൽ, മിക്കപ്പോഴും ഹമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ കാർ പിന്നെ പിടിച്ചിരിക്കും. പക്ഷെ ഹമ്പിൽ കൂടെ ഒക്കെ ഒരു ബൈക്ക് ചാടിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാ ഗൈസ്. ഇപ്പം ഞാനൊരു ടോൾ പ്ലാസ കയറി. എൻ്റെ ഫാസ്ടാഗിനകത്ത് പൈസ ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് അവന്മാർ എൻ്റെ കയ്യിൽ നിന്ന് 131.25 പൈസ മേടിച്ചു. ആ 2.5 ഞാൻ ടൈപ്പ് ചെയ്യാത്തപ്പോൾ അവൻ എന്നോട് പറഞ്ഞു 2.5 ടൈപ്പ് ചെയ്യാൻ. എന്നിട്ട് അത് കഴിഞ്ഞ് അതിൻ്റെ ഫോട്ടോ എടുക്കണമെന്ന്. എന്നിട്ട് അവൻ എൻ്റെ ഫോൺ മേടിച്ച്. ഞാൻ മേടിച്ചു പോയി. ഇവനെങ്ങാനും എൻ്റെ ഫോൺ എടുത്തോണ്ട് ഓടിയാൽ ഞാൻ എന്തോ കൊടുക്കും. ഏതായാലും ഞാൻ ധൈര്യം സംഭരിച്ചാൽ കൊടുത്തു. എന്നിട്ട് മൈൻഡ് ചെയ്യാത്ത പോലെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ മൈൻഡ് ചെയ്യാത്ത പോലെ നിന്ന്. മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു, കാണിച്ചില്ല. അപ്പം പോവാ നമ്മൾ മുന്നോട്ട്. പളനി എത്താറായി. ഇനി ഒരു കുറച്ച് കിലോമീറ്റർ കൂടെ ഉള്ളൂ, 16 കിലോമീറ്റർ കൂടെ നമ്മൾ എത്താറായി. നമ്മൾ പളനിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പളനിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നമ്മൾ പളനി സേഫായിട്ട് റീച്ച് ചെയ്തു. പുറകിൽ കാണുന്നത് പളനി, ഇവിടെ കാണുന്നത് ഹോട്ടൽ. നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ചൊരു സാധനം ഞാൻ കാറെടുത്ത് അങ്ങോട്ട് ഇടാൻ പോയപ്പോൾ ഇതെന്തോ ഐറ്റം, എൻ്റെ കാറ് രക്തം ഓടുന്ന വഴി ഇത് എന്തോ സംഭവിച്ചു. വല്ല കൊതുവിനെ വല്ല ഇടിച്ചോ കാറ്? കൊതുവിനെ അങ്ങനെ കാർ ഇടിക്കും? ഇതെന്തോ അപ്പം ഐറ്റം. സത്യം പറഞ്ഞാൽ ഞാൻ പളനി വന്നിട്ട് ഇവിടെ ആദ്യമായിട്ടാണ് കയറുന്നത്. മുന്നേ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് കയറുന്നത്. കാരണം വിശാലമായിട്ട് നമുക്കിരുന്ന് കൊണയടിക്കാനായിട്ടാണ് ശരിക്കും പറഞ്ഞ് ഇവിടെ വന്നത്. അല്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ. സെക്കൻഡ് ഫ്ലോർ, വലിയ കാര്യത്തിൽ സെക്കൻഡ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ആകെ 2 ഫ്ലോറേ ഉള്ളായിരുന്നു. ഈ മുളഞ്ഞ സാമാനം ഉണ്ടല്ലോ, മുളഞ്ഞ സാമാനം വെക്കാൻ ഞാൻ കുറേ പാടുപെട്ട്. എന്തോ ആയിരുന്നു നീ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ചുമ്മാ സ്വൈപ്പ് ചെയ്യാൻ നേരം കയറി വരാൻ. അയ്യോ, എൻ്റെ ബാഗ് ഇപ്പോൾ വെളിയിൽ വെച്ച് മറന്നു. ബാഗ് അല്ല, ആരെങ്കിലും എന്നെ കൊള്ളയടിച്ചാലും. കൊള്ളയടിക്കാനൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാനും എൻ്റെ ഈ ചെറിയ ശരീരവും മാത്രമേ ഉള്ളൂ. കൊള്ളയടിക്കാനാണേലും എന്തോ അടിച്ചോണ്ട് പോകാൻ എൻ്റെ. ശരിക്കും പറഞ്ഞ് ഇത്രയും നേരം വണ്ടി ഓടിച്ച് വന്നുകൊണ്ട് എൻ്റെ കണ്ണിപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് ഞാൻ ഇപ്പോഴും മറ്റേ
അടിക്ക് ഫിറ്റായിട്ട് റോളർ കോസ്റ്റർ എടുക്കാന്ന് പോലെ. പക്ഷെ ഞാനൊന്നും അടിച്ചിട്ടൊന്നുമില്ല. അത് ആ വണ്ടിയിലിരുന്ന് എൻ്റെ കണ്ണിങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മെയിൻ ചാനലിലോ ഗെയിമിംഗ് ചാനലിലോ നമുക്ക് എന്നെ പറ്റി സംസാരിക്കാൻ യാതൊരു അവസരവും കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാനായിട്ട് ഒരവസരം കിട്ടിയിട്ടില്ല. പക്ഷെ ഇൻ ദിസ് ചാനൽ നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് നേരായിട്ട് പോയി സംസാരിക്കാൻ പറ്റും. ഞാൻ ഈ ചാനല് അതിനൊരു അവസരമാക്കും. എനിക്ക് എന്റെ ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാക്കും ഇത്. ആദ്യം എനിക്ക് ലൈവ് സ്ട്രീം ചെയ്യണമെന്നായിരുന്നു. പിന്നെ വിചാരിച്ച് ലൈവ് ആക്കണ്ട, വീഡിയോ തന്നെ ആക്കാം. ഓക്കെ, പളനിക്ക് പോന്നു. ഒരു സ്പിരിച്വൽ വൈബും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാൻ നേരം എനിക്കറിയാൻ കുറെ കമന്റ്സ് ഒക്കെ വരുമായിരിക്കും. അന്ധവിശ്വാസം അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാലത്തും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അന്ധവിശ്വാസം പ്രൊമോട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സംഭവങ്ങളൊക്കെ വരുമായിരിക്കും. സംഭവം അങ്ങനല്ല. നമുക്ക് അമ്പലമൊന്നും പള്ളിയിലും ഒന്നുമില്ല. ഞാൻ എല്ലായിടത്തും പോകാറുണ്ട്. ഇത് ടോട്ടലി നമുക്ക് സമാധാനം തരുന്ന പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ശരിക്കും ഞാൻ തപ്പിപ്പോകുന്നത്. ഈ പറഞ്ഞ പളനിയുടെ മണ്ണിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്നോട് ഒരാൾ എനിക്ക് ദൈവത്തിനോട് വിശ്വാസം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു വിയേർഡ് മിക്സാ. ശരിക്കും പറഞ്ഞാല് എനിക്ക് ഒന്നിനെ ഞാൻ അങ്ങോട്ട് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യത്തുമില്ല, എന്നാൽ ഞാൻ ബ്ലൈൻഡ്ലി ഒന്നിനെ അങ്ങോട്ട് റിജക്ട് ചെയ്യത്തുമില്ല. ഒരു 5-6 വർഷം മുന്നേ ഉള്ള എന്നോട്, ആ ചെറിയ എന്നോട് ചെന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് വിശ്വാസം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ തറപ്പിനെ അടിച്ചൊരൊറ്റ പറച്ചിൽ അങ്ങോട്ട് പറയും. എനിക്ക് ഒറ്റ വിശ്വാസം ഇല്ല അങ്ങനെ. പക്ഷെ ഇപ്പോഴത്തെ ഞാൻ അങ്ങനല്ല. ഇപ്പോഴത്തെ ഞാൻ ഓരോ പ്രായം കൂടുമ്പോഴും ഒരു കാര്യം അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ യൂണിവേഴ്സിൽ എൻഡ്ലെസ് പോസിബിലിറ്റീസ് ആണ് എന്തിനുമുള്ള എൻഡ്ലെസ് പോസിബിലിറ്റീസ്. അവിടെ ഈ ചെറിയ എന്നെ പോലെ ഒരു കുഞ്ഞു മനുഷ്യൻ ഒരു ചെറിയ റൂമിനകത്ത് ഇരുന്നോണ്ട് ഒരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്നോണ്ട് ഇങ്ങനൊരു സാധനം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാവത്തില്ല. എൻഡ്ലെസ് പോസിബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു സാധനത്തിലോട്ട് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു ഓരോ പ്രായം കൂടുന്നോറും. ഈ ദൈവം എന്ന് പറയുമ്പോൾ ഉടനെ മനസ്സിലോട്ട് കയറി വരുന്നത് ദൈവം അത് ചെയ്ത് ചെന്ന് തൊഴുത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അതൊന്നുമല്ല. ചിലപ്പം അങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ സ്റ്റിൽ ഒരു ഹയർ ഡയമെൻഷൻ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ഒരു ഹയർ ഡയമെൻഷൻ ബീയിങ് അതിന്റെ എല്ലാത്തിനും ഒരു കൺസെപ്റ്റ് കൊണ്ട് തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തുമില്ല. ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ നമ്മൾ ഉണ്ടാക്കി കൊത്തി വെച്ചേക്കുന്ന അതേ രൂപം ആവണമെന്നില്ല. ചിലപ്പോ അതേ രൂപം തന്നെ ആയിരിക്കും. അതാ സംഭവം. ഈ ഓരോ പ്രായം കൂടുന്തോറും ഈ എൻഡ്ലെസ് പോസിബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ ഞാൻ വളരെയധികം എംബ്രേസ് ചെയ്യുന്നു. കാര്യം എന്താന്ന് പറഞ്ഞാൽ അതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചെറിയ റൂം ഇരുന്നുകൊണ്ട് എനിക്ക് ഒരു സാധനം ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ പൊട്ടെന്ന് വിളിക്കാം, നിലപാടില്ലാത്തവനെന്ന് വിളിക്കാം. പക്ഷെ എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ ചിന്തിക്കുന്നത് ഇതിനെ പറ്റി. അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് ആൻഡ് പ്രോബ്ലംസ്. എനിക്ക് കറങ്ങി നടക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ 1 അമ്പലം, പള്ളി, അങ്ങനത്തെ സ്ഥലങ്ങൾ. 2 മൗണ്ടൻസ് ആണ് എന്റെ ഫേവറേറ്റ് സ്പോട്ട്. എന്നെ സംബന്ധിച്ച് ഒരു വെക്കേഷൻ അത് മൗണ്ടനാ. എന്നെ സംബന്ധിച്ച് ഒരു ട്രാവൽ അത് മൗണ്ടനാ, മലയാ. ഈ വലിയ പടുകൂറ്റം മലയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും മനസ്സിലാവുന്ന ഒരൊറ്റ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോരം ചെറുതാ അതിന്റെ മുമ്പിൽ. ഞാൻ എന്തോരം ചെറുതാകുന്നു അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്റെ പ്രശ്നങ്ങളും എന്തോരം ചെറുതാണ്. എനിക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അത് എന്തൊരു ടൈനിയാ ഈ വലിയ യൂണിവേഴ്സിന്റെ മുമ്പില്, സിസ്റ്റത്തിന്റെ മുമ്പില്. എന്റെ പ്രശ്നങ്ങളും ഞാനും എന്റെ ആഗ്രഹങ്ങളും എന്റെ ദേഷ്യവും എന്റെ സങ്കടവും വിഷമവും എന്തും ആയിക്കോട്ടെ എല്ലാം വളരെ ടൈനിയാ. നമ്മളെല്ലാരും ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റി ഒരുപാട് ടെൻഷൻ അടിക്കാറുണ്ട്. പൈസ, ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ വ്യൂസ്, കമന്റ്സ്, പൈസ, ഇന്നലെ ഇട്ട വീഡിയോയുടെ വ്യൂസ് കുറയുന്നു, അതൊക്കെ ആയിരിക്കും എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. അതെല്ലാം വിട്ടിട്ട് ഞാൻ ഇവിടെ വരുമ്പം അല്ലെങ്കിൽ ഒരു പഴുകൂട്ടം മലയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോ അല്ലെങ്കിൽ ഒരു ക്യാമ്പിങ്ങിന് പോകുമ്പോൾ എനിക്ക് ഏകദേശം നല്ല ബോധ്യം കിട്ടും. ഈ പറയുന്ന വലിയ യൂണിവേഴ്സിന് അറിയത്ത് പോലുമില്ല ഞാനെന്ന് പറയുന്ന ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. സംഭവം ഈ ഒരു തോട്ട് സത്യം പറഞ്ഞാൽ വലിയൊരു റിലീഫാ. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ള എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൂമിനകത്ത് അടച്ചു പൂട്ടിയിരിക്കാതെ ഫീൽ സംതിങ് റിയൽ. എനിക്കറിയാം എല്ലാവരുടെയും കയ്യിൽ അങ്ങ് ഭയങ്കര പൈസയൊന്നും കാണത്തില്ല കറങ്ങി നടക്കാം. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ എക്സ്പെൻസീവ് ആയിട്ട് അങ്ങ് ട്രിപ്പിന് പോകണം, അത് പോകണം, ഇത് പോകണമെന്നൊന്നുമല്ല. അതൊന്നും ഈ ഇൻസ്റ്റാഗ്രാമിലൊന്നും കാണിക്കുന്ന പോലെ ചിലപ്പോൾ നമുക്ക് പറ്റണമെന്നില്ല. നമ്മൾ ചിലരെ കാണുമായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ, അവരുടെയൊക്കെ ജീവിതം എന്തൊരു അടിപൊളിയാ, അവര് ചുമ്മാ റീല് വിട്ട് ഇങ്ങനെ അങ്ങ് പോവുക. അങ്ങനല്ല. അതും വെച്ചോണ്ട് നമ്മളങ്ങനെ ഇറങ്ങാൻ നിൽക്കരുത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടൊന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ പുറകിൽ നിന്ന് ഭയങ്കര ഫണ്ട് ചെയ്യാൻ അച്ഛനും അമ്മയൊന്നും അത്ര കോടീശ്വരന്മാരൊന്നും അല്ലാത്തവർക്ക് അതൊന്നും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല ഈ പറഞ്ഞ 24/7 ട്രാവല്. പക്ഷെ സ്റ്റിൽ നമ്മളെ കൊണ്ട് ഉള്ളതും കൊണ്ട് ട്രൈ ടു ഫീൽ സംതിങ് റിയൽ. എവിടെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോകണം, എവിടെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു ട്രിപ്പിനൊക്കെ ഇറങ്ങണം. ഇനി പഠിക്കുക, പുസ്തകത്തിലെ മാത്രമല്ല, വെളിയിലിറങ്ങി പഠിക്കുക, ജീവിതം എന്തോന്ന് കാണുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് തളർന്നു പോകരുത്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വലിയ ലോകത്ത് നമ്മുടെ ചെറിയ പ്രശ്നം നമ്മളും ഒന്നുമല്ല. നമ്മളും ചെറുതാണ്, നമ്മുടെ പ്രശ്നവും ചെറുതാണ്. ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ. അതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയുള്ള രാവിലെ എണ്ണീച്ച് അങ്ങോട്ട് ചാച്ച കിടന്നുറങ്ങാൻ പോവാം. ഇടുമ്പ ഹിൽസിലോട്ട് കയറാൻ അതിന് പിന്നെ വലിയൊരു റിസ്ക് എടുക്കാൻ പോവാം. എൻ്റെ ചെരുപ്പ് ഞാൻ ഇങ്ങോട്ട് വെക്കാൻ പോവാം. ഇങ്ങോട്ട് ഞാൻ എൻ്റെ ചെരുപ്പ് എടുത്ത് വെച്ചു. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. തിരിച്ചു വരുമ്പം ചെരുപ്പിൻ്റെ ഒരു പകുതിയെങ്കിലും ഉണ്ടോ എന്ന് ദൈവത്തിനറിയാം. എന്തായാലും ഞാൻ മണ്ടക്കോട്ട് കയറാൻ പോയിനി. ഇതാണ് ഹിഡുമ്പൻ ഹിൽസ്. അപ്പുറത്ത് കാണുന്നതാണ് പളനി ഹിൽസ്. മണ്ടക്കേറി ഞാൻ കാണിച്ചു തരാമല്ല. ഇത്ര നേരം മയിൽ കയറിയുന്ന സൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ക്യാമറ ഓണാക്കി പിടിച്ചപ്പോൾ ഇപ്പോൾ തന്നെ ഹോണടിയേ ഉള്ളൂ. അപ്പോൾ മണ്ടക്കോട്ട് പിന്നെയും കയറിക്കൊണ്ടിരിക്കുന്നു. വിറ്റ് പോലും ഞാൻ ക്ഷീണിച്ചിട്ടില്ല. അയ്യോ, അവിടെ വണ്ടി കിടക്കുന്നുണ്ടോ? നല്ല തിരക്കുണ്ട് കേട്ടോ ഇപ്രാവശ്യം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു. ആ വെയിലിൻ്റെ കളർ എന്താ അവർ ഓണാക്കാത്തേ? അത് ഓണാക്കുമ്പോഴൊരു രസമുള്ളൂ. ഇങ്ങനെ നമ്മളെത്തി. ഇത് അടച്ചിട്ടേക്കാണ്, തുറക്കുന്നതേ ഉള്ളൂ. നമ്മൾ മണ്ടക്കെത്തി. ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിലവിൽ ഡയറക്റ്റ് പളനി വന്നവരെക്കാട്ടി കൂടുതൽ എത്തിയേക്കുന്നത് അയ്യപ്പന്മാരാണ്. പളനി വന്നിട്ട് ശബരിമലയിലോട്ട് പോകുന്ന ആൾക്കാരാണ്. ഒരുപാട് പേരുണ്ട്. മൂത്രമൊഴിക്കാൻ വന്നതാണ്. ഞാൻ എൻ്റെ കൂട്ടത്തിൽ കൂടിയെന്ന് തോന്നുന്നു. ഇതത് തന്നെ. നീ വരുന്നോ? ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഡേയ് തമ്പി, കേരളമൊക്കെ വരണോ? പുള്ളിക്കാരനും പോയി. പുള്ളി പറഞ്ഞിട്ട് പോയി ഇതിൻ്റെ മണ്ടയ്ക്ക് കയറരുതെന്ന്. പാമ്പുണ്ട് എന്ന്. നല്ലൊരു മനുഷ്യനായിരുന്നു. ഇപ്പം മൊത്തത്തിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. 7:45 തുറക്കത്തുള്ളൂ. ആകപ്പാടെ നാശമായിട്ട് നിൽക്കും. അതുകൊണ്ടേ അയ്യോ അങ്ങോട്ട് ഓടിപ്പോയി. രക്ഷപ്പെട്ടെ അത്രയെങ്കിലും ഞാൻ ചെയ്തു തന്നെ. എന്നെ നേരത്തെ പരിചയമെങ്കിലും ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നു, ഞാൻ നല്ലൊരു മനുഷ്യനാണ്. ഓടിച്ചു തന്ന് പോരെ. ഏയ്, നീ ഇവിടെ ഒളിഞ്ഞെന്ന് നോക്കാതെ ഇച്ചിരി ജീവിതത്തിൽ അല്പം ധൈര്യം സംഭരിക്കടാ. അത്രയും ധൈര്യം വേണ്ട. ഇറങ്ങിത്താ. അയ്യോ, തിരിച്ചു വരുന്നു. അയ്യോ, വേറെ ബിസിനസ്സിന് വന്നേ. നീ ഉമ്മാ അതിവിടെ പേടിച്ച് കണ്ടോ? അയ്യേ, തോണ്ടിരിക്കുന്നു ഉണ്ട്. ഞാനിപ്പം നല്ല ഒരു വൈബ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം കോട കയറി, നല്ല തണുപ്പുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ സമാധാനത്തിൻ്റെ നല്ല രസമുണ്ട്. ഇങ്ങനെ ഇത് തുറന്നു, നമ്മൾ കയറി ഇനി തിരിച്ചു പോവുകയാണ്. ഇനിയും നമുക്ക് പളനി ഹിൽസിലാണ് പോകേണ്ടത്. പക്ഷെ പളനി ഹിൽസിൽ പോകണമെങ്കിൽ ഫോൺ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പണ്ടത്തെ കൂട്ടി നിൽക്കാനൊന്നും പറ്റുന്നില്ല. ഡിസ്കൊക്കെ തേഞ്ഞ് നേരെ അങ്ങ് പോകുക. ഏതായാലും പളനി ഹിൽസിൽ പോകണമെന്നുണ്ടെങ്കിൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വ്ലോഗ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്ത് കാറെ വെച്ചിട്ട് നമുക്ക് പളനി ഹിൽസിൽ പോകാൻ. അപ്പം ശരി, ടാറ്റ. കളികളൊക്കെ നടക്കട്ടെ. ശരിക്കും എന്താ വേണ്ട. കാരണം നമ്മളെ ചെരുപ്പ് ഇപ്പോഴും ഇവിടെ ഉണ്ട്, ഒന്നും പറ്റിയിട്ടില്ല. അപ്പം നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിരിക്കുന്നു. എൻ്റെ ബോഡിയൊക്കെ സത്യം പറഞ്ഞാൽ പോയി, ഒന്നുമില്ല ഇപ്പം. ബാക്കി തീരെയില്ല എന്നുവെച്ചാൽ ഒരുപാട് അങ്ങ് ചൊട്ടി. കുഴപ്പമില്ല. ഈയിടെയായിട്ട് ജിമ്മൊന്നും നേരം ചൊവ്വേ നടക്കുന്നില്ല. ജിമ്മിൽ പോണു, പക്ഷെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമോ വേന്ന്. ഇപ്പം എൻ്റെ അതെൻ്റെ ഈ ഷോൾഡർ എൻ്റെ ഇത് ഇളവി എൻ്റെ ഈ ജോയിൻറ്റ് പോയി, എല്ലാം പോയി. നല്ല രീതിയിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ എല്ലാം പോവും. ഇനിയും തുടങ്ങുന്നതായിരിക്കും ജിമ്മേഷാവാൻ. അപ്പം എല്ലാം കഴിഞ്ഞു. നമ്മളിനി പളനിയിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ബൈ ബൈ പളനി. ഇത് കണ്ടിട്ട് ഞാൻ വല്ല കൊക്കോ കോഴിയോ വല്ലോ ഒന്നും വിചാരിക്കണ്ട, കൊത്തി തിന്നുന്നത്. നല്ലൊരു സ്ഥലം കണ്ടു, ഇവിടെ നിർത്തി ഒന്ന് സ്നേക്കിങ് ചെയ്യാന്ന് വെച്ചു. ക്രിക്കറ്റ് അങ്ങനെ എൻ്റെ കൈ പോയത്. എൻ്റെ സുഹൃത്ത് ലക്കി വ്യൂ പോയിന്റ് കാണിക്കാൻ കൊണ്ടുവന്നേക്കുവാണ്. ഇവിടുത്തെ ലോക്കലാ ആള്. പേരെന്തോ അണ്ണേ? മുനിയാണ്ടി കൊപ്പം കാണിച്ചു തന്ന സ്ഥലമാണത്. ഇത് കമ്പമല്ലേ, തേനിയല്ലേ?
അടുത്തൊക്കെ റിസോർട്ട് വരുമോ?